ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ iQ15 ലോഞ്ച് ആവാറായിട്ട് ഓൾറെഡി നമ്മുടെ iQ15 ലോഞ്ച് റേറ്റ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് റേറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ OnePlus 15 കൂടെ തന്നെ ഓൾമോസ്റ്റ് iQ15 ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ കിടിലൻ പ്രൈസിംഗ് ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രൈസിങ്ങും ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കൺഫേംഡ് ആണ്, പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ചേഞ്ചസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഇലുമിനാറ്റിയുടെ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ അടിച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കാനും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മളതിൽ ലിങ്ക്സുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്, ഡീൽസുകളും ലിങ്ക്സുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നേക്കുന്നത്, ഞാൻ 5G ബാൻഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ 5G ബാൻഡ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇന്ത്യൻ വേർഷനിലും അതേപോലെ തന്നെ ആയിരിക്കും, സിമിലർ തന്നെ ആയിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. എന്തായാലും കുറയാനൊന്നും 5G ബാൻഡ്സിൻ്റെ നമ്പേഴ്സ് ഒന്നും കുറയാനുള്ള ഒരു ചാൻസും കാണാനില്ല. കുറയാൻ വഴിയില്ല, അത് ഇപ്പോൾ 99.9% ഷുവറാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 215 ഗ്രാം ഉണ്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ചൈനയിൽ ഇറങ്ങിയ ഓൾറെഡി മോഡൽ 8.1 mm ആണ് നമ്മുടെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി iQ13 ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഗ്രീൻ കളർ. ഇത് ആക്ച്വലി നമ്മുടെ ഇവരുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഒരു വൈറ്റ് പ്ലസ് BMW, അതേ സെയിം സാധനം ഇറങ്ങുന്നുണ്ട്. പക്ഷേ BMW ലോഗോ ഇല്ലെന്നാണ് BMW അവർ ടൈപ്പ് നിർത്തിയതുകൊണ്ട്. പിന്നെ 2 നാനോ സിം വരുന്നുണ്ട്, ഇ സിം സപ്പോർട്ട് വരുന്നുണ്ട്, IP68-69 സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കളർ ചേഞ്ചിങ് റിയർ പാനലാണ്, അതായത് അവർ ബാക്ക് സൈഡ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. PW ഡിമ്മിങ് എല്ലാ സംഭവം ഉണ്ട്. 1 ബില്യൺ കളർ, LTPO ആണ്, AMOLED ആണ്, HDR10+ ഉണ്ട്, HDR Vivid ഉണ്ട്. നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് 6000 ആണ് പീക്ക് ബ്രൈറ്റ്നസ് പറയുന്നത്. അതുപോലെ തന്നെ HBM പറയുന്നത് 2600 ആണ് കേട്ടോ, ഡീസൻ്റ് ആണ്. പിന്നെ 6.85 ഇഞ്ചിൻ്റെ 90.7% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് നമ്മുടെ iQ13 ആയാലും കിടിലൻ ഡിസ്പ്ലേ, ഞാൻ ഓൾറെഡി നമ്മൾ അതിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നല്ല മീഡിയ കൺസപ്ഷൻ ആയിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതേ സെയിം സംഭവം തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. 508 PPI ഡെൻസിറ്റി വരുന്നുണ്ട് കേട്ടോ. OS കാര്യം പറയുകയാണെങ്കിൽ ഒറിജിനൽ OS 6 വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫൺ ടച്ച് OS Theta Wave ആയി. അതുപോലെ തന്നെ Qualcommന്റെ Snapdragon 888 Gen 5 ആണ് വരുന്നത്. അതുപോലെ തന്നെ Adrenoന്റെ 840 ആണ് GPU വരുന്നത്. അതുപോലെ തന്നെ ഇന്റേണൽ മെമ്മറി മിക്കവാറും നമുക്ക് ഇന്ത്യയിലും കഴിഞ്ഞ വർഷം പോലെ തന്നെ 2 വേർഷൻ അവൈലബിൾ ആയിരിക്കും. 12GB 256GB 16GB 512GB വേരിയന്റ് അവൈലബിൾ ആയിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 350 മെഗാപിക്സൽ സെൻസർ തന്നെയാണ് നമ്മുടെ മുമ്പത്തെ iQ13 പോലെ തന്നെ. സെൻസറിന്റെ എന്താ പറയുക, മോഡൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ iQ എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഓറിയന്റഡ്, ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ്. പക്ഷേ ഈ 13 സീരീസിലും ഒക്കെ അവർ നല്ല iQ13 നല്ല ക്യാമറ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് 50 രൂപയ്ക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഗെയിമിംഗ് ബ്രാൻഡാണ്. അപ്പോൾ ക്യാമറ എന്ന് നിങ്ങൾ ഭയങ്കര എന്താ പറയുക 50 രൂപയുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ വിവോൻ്റെ X200 FEൻ്റെ പോലെ ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ നല്ല ക്യാമറ സെറ്റപ്പ് ആയിരുന്നു, നല്ല ഡീസൻറ്റ് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അതേ സെയിം സംഭവം തന്നെ ഇതിലും വന്നേക്കുന്നത്. സെൽഫി ക്യാമറ 32 മെഗാപിക്സലാണ്. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, Wi-Fi 7 സപ്പോർട്ട് ഉണ്ട്, Bluetooth 6 ഉണ്ട്, USB Type-C 3.2 ആണ്, OTG സപ്പോർട്ട് ഉണ്ട്, ഫിംഗർ പ്രിന്റ് അൾട്രാസോണിക് ആണ്, എല്ലാ സംഭവം വരുന്നുണ്ട്. 100 വാട്ടിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. 7000 mAh ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് കിടിലനാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത് നവംബർ 26 ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ചിങ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഓൾറെഡി ആമസോണിൽ തന്നെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആമസോണിൻ്റെ അഡ്വർടൈസ്മെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ iQ ഇന്ത്യൻ്റെ ചെയർമാനാണ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആമസോണിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് ഇപ്പോൾ പറയുന്നത് 65 റേഞ്ചിൽ അപ് ടു 65 റേഞ്ച് വരെ പോവാന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ആക്ച്വലി സ്റ്റാർട്ടിംഗ് റേറ്റ് ആവാനേ ഒരു ചാൻസും ഇല്ല. മിക്കവാറും അതിൻ്റെ ഹൈ എൻഡ് വെർഷൻ്റെ പ്രൈസ് ആവാനാണ് ചാൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കൊല്ലത്തെ എങ്ങനെയായിരുന്നു പ്രൈസ് 55 അപ്പോൾ മിക്കവാറും 60 റേഞ്ചിലായിരിക്കും സ്റ്റാർട്ടിങ് വരാനുള്ള സാധ്യത വരിക. എന്തായാലും ഇനീഷ്യലി എന്തായാലും അതിന് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും നമുക്ക് ഓൾമോസ്റ്റ് ഒരു കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും 55, 56 ആ റേഞ്ചിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇപ്പോഴും കിടിലൻ ഡീൽ തന്നെയാണ്. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ കൊല്ലം അവർ കുറേ മിസ് ചെയ്ത കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി പടമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ബാക്കിൽ ആ ലൈറ്റ് വരുന്ന ആ പരിപാടി ഇപ്പോഴും ഉണ്ട്. അതൊന്നും ഒരു ഡിഫറൻസും ഇല്ല. നിങ്ങളിപ്പോൾ iQ13 കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് കണ്ട അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ഡിസൈൻ ചേഞ്ചസ് ഒന്നുമല്ല. നമ്മുടെ ഇപ്പോൾ OnePlus 15 കാര്യം പറയണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ OnePlus 13s ഡിസൈനിലാണ് വരുന്നത്. അപ്പോൾ OnePlus 13 ഉള്ളവർക്ക് നല്ല ചേഞ്ചസ് വരുന്നത്. പക്ഷേ ഇതിന് ആ പ്രശ്നമില്ല. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഈ മാസാവസാനമായിട്ട് നമ്മുടെ OnePlus 15 ഇറങ്ങുന്നുണ്ട്, നമ്മുടെ വിവോൻ്റെ X300 Pro ഇറങ്ങുന്നുണ്ട്, iQOO 13 ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 3 എന്തായാലും തീരുമാനമായിട്ടുണ്ട്. OnePlus-ന്റെ വീഡിയോ നമുക്ക് അതും ആക്ച്വലി OnePlus നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, വിവോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, OnePlus നമുക്ക് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ഇതൊക്കെ മറക്കണ്ട. ബൈ.